ഒരു UDF ഭരണം വന്നതോടുകൂടി ആ UDFിൻ്റെ ഭരണത്തിൽ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇന്നലെ പറയുന്നത് ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന പൊതിച്ചോറ് ഞങ്ങൾ നിർത്തലാക്കും എന്നുള്ളതാണ്. എത്ര ഇടുങ്ങിയൊരു മനസ്സാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കുള്ളത്. കേരളത്തിനകത്തെ ആശുപത്രിയിൽ കഴിയുന്ന സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഒരു അത്താണിയാണ് ഇന്ന് DYFI വിതരണം ചെയ്യുന്ന പൊതിച്ചോറ്. രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് നൽകുക എന്ന വലിയ സന്നദ്ധ സേവനത്തിൻ്റെ മാതൃകയാണ് DYFI ഇവിടെ തീർത്തിരിക്കുന്നത്. അതിനെ നിർത്തലാക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും എന്നാണ് പറയുന്നത്. കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുന്നതിനെ DYFI ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷേ ചെറിയ വായിൽ വലിയ വാക്കുകൾ പറയുന്നത് പോലെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. നിങ്ങൾക്ക് ആശുപത്രികളുടെ രോഗികളുടെ ആ മരുന്നെത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. രോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പം നിലവിലുള്ള ആളുകൾക്ക് നൽകി വരുന്ന DYFIയുടെ ഈ സേവനത്തെ നിർത്തി പാവപ്പെട്ട മനുഷ്യരുടെ പട്ടിണിയിലേക്ക് തള്ളിവിടുക എന്നത് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. തലയിൽ രാഷ്ട്രീയം മാത്രം പേറി നടക്കുന്ന മനുഷ്യത്വം തീണ്ടിയിട്ടില്ലാത്ത ആളായി ആരോഗ്യവകുപ്പ് മന്ത്രി മാറിയിരിക്കുകയാണ്. ഇതിനെയെല്ലാം അതിജീവിച്ച പ്രസ്ഥാനമാണ് DYFI. കോവിഡിനെയും നിപ്പയെയും പ്രളയത്തെയും നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം കോവിഡ് ഘട്ടങ്ങളിൽ മനുഷ്യൻ പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുന്നൊരു ഘട്ടത്തിലും ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾക്ക് പൊതിച്ചോറെത്തിച്ച യുവജന പ്രസ്ഥാനമാണ് DYFI. ആ പ്രസ്ഥാനത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റിയാണ് ഈ നാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്കെല്ലാം തന്നെ DYFI ജനങ്ങളെ അണിനിരത്തി മറുപടി നൽകും. നിങ്ങളുടെ ഈ പ്രസ്താവന കൊണ്ട് മാത്രം DYFI കേരളത്തിൽ നൽകി വരുന്ന പൊതിച്ചോറ് നിർത്തും എന്ന് നിങ്ങൾ കരുതേണ്ടതായിട്ടില്ല. ഇതിനെല്ലാം അതിജീവിച്ച് കൂടുതൽ കരുത്തോടുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പൊതിച്ചോറിൻ്റെ പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്താനാണ് DYFI തീരുമാനിച്ചിട്ടുള്ളത്. ചെറുപ്പളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. NAC അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പളശ്ശേരി, പാലക്കാട്.